നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന ടോപ്പിക്കാണ്. മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം മെറ്റാഫിസിക്കൽ പോയറ്റുകളിൽ ഒരാളായ ജോൺ ഡണ്ണിന്റെ ബാറ്റർ മൈ ഹാർട്ട് എന്ന് പറയുന്ന സോണറ്റ് 14 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആണ്. ആരൊക്കെയാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്? ഒത്തിരി വലിയ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. ആരൊക്കെയാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്, എന്താണ് അവരുടെ പ്രത്യേകതകൾ എന്ന് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. അപ്പോൾ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? 17th സെഞ്ചുറിയിലെ ബ്രിട്ടീഷ് പോയറ്റ്സ്. 17th സെഞ്ചുറി ബ്രിട്ടീഷ് പോയറ്റ്സ് അവരാരൊക്കെയാണ്? ജോൺ ഡൺ, ജോർജ് ഹെർബർട്ട്, റിച്ചാർഡ് ക്രാഷോ, ആൻഡ്രൂ മാർവൽ, ഹെൻറി വോഗൻ, എബ്രഹാം കൗലി. ഈ 6 പേരെയാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് വിളിക്കുന്നത്. 17th സെഞ്ചുറി ബ്രിട്ടീഷ് പോയറ്റ്സ് ആയ ജോൺ ഡൺ, ജോർജ് ഹെർബർട്ട്, റിച്ചാർഡ് ക്രാഷോ, ആൻഡ്രൂ മാർവൽ, ഹെൻറി വോഗൻ, എബ്രഹാം കൗലി ഇവരെയാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയറ്റ് ജോൺ ഡൺ ആണ്. അതിനുശേഷം നമുക്ക് ആൻഡ്രൂ മാർവൽ ആണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആളെന്ന് പറയാം. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗർ ജോൺ ഡൺ, അതിനുശേഷം ആൻഡ്രൂ മാർവൽ. ഇനി ഇബ്രഹാം കൗലിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു മെറ്റാഫിസിക്കൽ പോയറ്റ് ആണ്. അതേ സമയത്തും അദ്ദേഹം ഒരു നിയോ ക്ലാസിക്കൽ പീരീഡിലും കൂടെ അദ്ദേഹം ബിലോങ് ചെയ്യുന്നുണ്ട്. അതായത് ട്രാൻസിഷണൽ പോയറ്റ് ആണ്. ട്രാൻസിഷൻ ഫ്രം ദ മെറ്റാഫിസിക്കൽ ടു ദി നിയോ ക്ലാസിക്കൽ പീരീഡ് ഇൻ ഇംഗ്ലീഷ് പോയട്രി. ഇംഗ്ലീഷ് പോയട്രിയിലെ നിയോ ക്ലാസിക്കൽ പീരീഡിൽ കൂടെ ബിലോങ് ചെയ്യുന്ന ആളാണ് എബ്രഹാം കൗലി എന്ന് പറയുന്നത്. ഇനി എന്താണ് മെറ്റാഫിസിക്സ്? മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എബവ് ദ ഫിസിക്കൽ വേൾഡ് അല്ലെങ്കിൽ അൺനാച്ചുറൽ വേൾഡ് എന്നൊക്കെയാണ്. അതായത് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ധാരണയ്ക്ക് പുറത്തുള്ള ആശയം, അതായത് നമുക്ക് നമ്മളുടെ സെൻസസിലൂടെ മനസ്സിലാവുന്നതിനപ്പുറമുള്ള ഒരു ആശയത്തിനെയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്ദ്രിയ ധാരണയ്ക്ക് പുറത്തുള്ള ആശയങ്ങളെ പറ്റി എഴുതി, അത് പോയട്രിയിലൂടെ എഴുതി ഡിസ്കസ് ചെയ്യുന്ന പോയറ്റ്സ് ആണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. നമുക്ക് മനസ്സിലാവുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ പോയട്രിയിൽ അവരുപയോഗിച്ചിരിക്കുന്നു. അതാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സിന്റെ പ്രത്യേകത. അവരുടെ പ്രത്യേകത എന്താണ്? അടുത്തത്, റിവോൾട്ടഡ് അഗൈൻസ്റ്റ് എലിസബത്തനിസം, സ്പെൻസറിനിസം. നമുക്കറിയാം എലിസബത്തൻ പീരീഡിലാണ് ഇവര് ജീവിച്ചിരുന്നത്. ആ സമയത്ത് തന്നെയാണ് ഗ്രേറ്റ് പോയിറ്റ് ആയുള്ള എഡ്മണ്ട് സ്പെൻസറും ജീവിച്ചിരുന്നത്. എഡ്മണ്ട് സ്പെൻസറിന്റെ സ്റ്റൈലിനെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സ്റ്റൈലിന് ടോട്ടലി എഗൈൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവര് എഴുതിയിരുന്നത്. എലിസബത്തനിസം അല്ലെങ്കിൽ എലിസബത്തൻ പീരീഡില് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാ? ഒരു ഗോൾഡൻ ഏജ് ആണ് ഇംഗ്ലണ്ടിന്റെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോയട്രിയുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ഒരു ഗോൾഡൻ ഏജ് ആണ് എലിസബത്തൻ പീരീഡ് എന്ന് പറയുന്നത്. ക്വീൻ എലിസബത്ത് ഫസ്റ്റിന്റെ റെയിനിങ് പീരീഡ് ആണ് ഈ ഇംഗ്ലീഷ് പോയട്രിയുടെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്. ഇപ്പൊ എലിസബത്തനിസം എന്ന് പറഞ്ഞ ജനറലി ദ കൾച്ചർ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഓഫ് ഇംഗ്ലണ്ട് ഡ്യൂറിംഗ് ദി റെയിൻ ഓഫ് ക്വീൻ എലിസബത്ത് ഫസ്റ്റ്. അതായത് ക്വീൻ എലിസബത്ത് ഫസ്റ്റിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ ഭരണ സമയത്ത് അവരുടെ ഉണ്ടായിരുന്ന കൾച്ചറിനെ, ആർട്ടിനെ, ലിറ്ററേച്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് എലിസബത്തനിസം എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. അടുത്ത സ്പെൻസറിനിസം എന്ന് പറയുന്നത് എഡ്മണ്ട് സ്പെൻസറിന്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വേർഡാണ് സ്പെൻസറിനിസം എന്ന് പറയുന്നത്. The style and influence of the English poet Edmund Spenser. അപ്പം ഈ എലിസബത്തനിസം അല്ലെങ്കിൽ എലിസബത്തൻ പീരീഡിന്റെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ സ്പെൻസറിനിസം, എഡ്മണ്ട് സ്പെൻസറിന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സ്റ്റൈല്, ഇതിനെല്ലാം ടോട്ടലി എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലാണ് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സിനുള്ളത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. സാമുവൽ ജോൺസൺ ഒരു ലിറ്റററി ക്രിട്ടിക്കാണ്, ഒരു പോയറ്റ് ആണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ദ മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയുന്ന ടേം, എന്ന വാക്ക് കോയിൻ ചെയ്തത്.
സാമുവൽ ജോൺസൺ ഫസ്റ്റ് coined the term metaphysical poetry. ഏത് ബുക്കിലാണ്? ലൈവ്സ് ഓഫ് ദി മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയറ്റ്സ്. ലൈവ്സ് ഓഫ് ദി മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വർക്കിലാണ് അദ്ദേഹം മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയുന്ന ടേം ഫസ്റ്റ് യൂസ് ചെയ്തത്. ഹൂ കോയിൻഡ് ദ ടേം മെറ്റാഫിസിക്കൽ പോയട്രി? സാമുവൽ ജോൺസൺ. വർക്കിന്റെ പേരെന്താണ്? ലൈവ്സ് ഓഫ് ദി മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയറ്റ്സ്. ഡോക്ടർ ജോൺസൺ ഈ മെറ്റാഫിസിക്കൽ പോയട്രിയെ പറ്റി എന്തോ ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞിട്ട് അതിനകത്ത് ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: മെറ്റാഫിസിക്കൽ പോയട്രി എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ലൈഫ് ഓഫ് കൗലി, അതായത് എബ്രഹാം കൗലിയെ പറ്റി അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് പോർഷനകത്ത് എന്താണ് മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ സെന്റൻസ് ഇതാണ്: ഹെട്രോജീനസ് ഐഡിയാസ് ആർ യോക്ഡ് ബൈ വയലൻസ് ടുഗദർ. ഹെട്രോജീനസ് എന്താണ്? കൺസിസ്റ്റിംഗ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഓർ തിങ്സ്. പലതരത്തിലുള്ള ആളുകളെ പറ്റി അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളെ കൺസിസ്റ്റ് ചെയ്യുന്ന പറ്റി പറയുന്നതിനെയാണ് ഹെട്രോജീനസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പലതരത്തിലുള്ള ഐഡിയാസ് എടുത്താൽ മതി. പലതരത്തിലുള്ള, അതായത് പരസ്പര ബന്ധമില്ലാത്ത ഐഡിയാസ്, പലതരത്തിലുള്ള ഐഡിയാസ്, അതിനെയെല്ലാം എങ്ങനെ ആണ് ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്? യോക്ഡ് ബൈ വയലൻസ്. യോക്ഡ് ഇവിടെ ഫോഴ്സ്ഡ് എന്ന് ഉപയോഗിച്ചാൽ മതി. അതായത് പലതരത്തിലുള്ള ഐഡിയാസിനെ വയലൻസ് ഉപയോഗിച്ചുകൊണ്ട്, വയലന്റ്ലി ഫോഴ്സ്ഡ്, നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലല്ല, വയലന്റ്ലി ഫോഴ്സ്ഡ് ആയിട്ട് ഇവിടെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് these poets combined dissimilar and often jarring ideas, images and concepts within their works, creating a sense of forced or unnatural connection. ഇവിടെ ഈ മെറ്റാഫിസിക്കൽ പോയറ്റ്സിന്റെ പോയട്രിയിൽ നമുക്ക് പലതരത്തിലുള്ള ഐഡിയാസ് കാണാം. ഡിസ്സിമിലർ, സാദൃശ്യമില്ലാത്ത ഐഡിയാസ്, ഇമേജസ്, കൺസെപ്റ്റുകൾ, അവയുടെ എല്ലാം മീനിങ് എന്താണ്? മീനിങ് ഇല്ലായ്മയൊന്നുമില്ല, മീനിങ് ഉണ്ട്. പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ കുറച്ച് ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആണെന്ന് പറഞ്ഞല്ലോ, കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ട് ചിന്തിച്ച് എടുക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ആ അർത്ഥം കിട്ടണമെങ്കിൽ. അപ്പൊ അൺനാച്ചുറൽ കണക്ഷൻ. എലിസബത്തൻ പോയട്രിയോ അല്ലെങ്കിൽ സ്പെൻസറിന്റെ പോയട്രിയോ നമ്മൾ വായിക്കുമ്പം നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ. പക്ഷെ ഇവിടെ ഈ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് അങ്ങനെയല്ല. അവര് ഐഡിയാസിനെയൊക്കെ എടുത്ത് പലതരത്തിലുള്ള ഐഡിയാസിനെ എല്ലാം മിക്സ് ചെയ്ത്, പരസ്പര ബന്ധമില്ലാത്തതാവാം അത്, അല്ലെങ്കിൽ ഇതിവിടെ വരാൻ പാടുണ്ടോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ളതാവാം. അവയെല്ലാം എടുത്തിട്ട് അവര് എങ്ങനെയാണ് അതെല്ലാം അവര് കണക്ട് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. മീനിങ് ഫുൾ ആണ് കേട്ടോ, പോയം എല്ലാം മീനിങ് ഫുൾ ആണ്. പിന്നെ മെറ്റാഫിസിക്കൽ പോയട്രിയുടെ പ്രത്യേകതകൾ എന്താണ്? നമ്മൾ പറഞ്ഞു, ഹൈലി ഇന്റലക്ച്വലൈസ്ഡ് ആണ്. ഇന്റലക്ച്വൽ ആണ് കേട്ടോ, ഇമാജിനേഷൻ മാത്രമല്ല ഇന്റലക്ച്വലും കൂടിയാണ്. സ്ട്രേഞ്ച് ഇമേജറി, അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ മീൻസ് ഷേക്സ്പിയറിയൻ ടൈമിൽ അല്ലെങ്കിൽ എലിസബത്തൻ ടൈമിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇമേജസ് അല്ല, കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. പാരഡോക്സുകളെല്ലാം ഫ്രീക്വൻ്റ്ലി ഉപയോഗിച്ചിട്ടുണ്ട്. വൈരുദ്ധ്യങ്ങളുണ്ട്. കണ്ടെയ്ൻസ് എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് തോട്ട്സ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് ആണ് ഇവർ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പോയിട്രി വെന്റ് അഗെയിൻസ്റ്റ് ദി നാച്ചുറൽ കൺവെൻഷൻസ്. നാച്ചുറൽ കൺവെൻഷൻസിന് എതിരാണ്. അൺകൺവെൻഷണൽ ആയിട്ടുള്ള പോയംസ് ആണ്. ലിറിക്കലാണ്. Poetic style is very startling, and its sudden beauty or phrase and melody of diction. അതായത് മെലഡി ഉണ്ട്, ഡിക്ഷൻ നല്ല രീതിയിലുള്ള ഫ്രേസിംഗ് എല്ലാം നടത്തി നല്ല രീതിയിൽ തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത്. സ്റ്റൈൽ, പോയറ്റിക് സ്റ്റൈൽ ഇസ് സ്റ്റാർട്ട്ലിംഗ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ അവർ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്ന് പറയും. കൺസീറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റഫർ ആണ് കേട്ടോ. കൺസീറ്റ് എന്ന് പറയുന്നത് മെറ്റഫർ അല്ലെങ്കിൽ കമ്പാരിസൺ. ഇവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്ന് പറയാൻ കാരണം സാധാരണ ഒരു കമ്പാരിസൺ അല്ല, സാധാരണ ഒരു മെറ്റഫർ അല്ല അവർ ഉപയോഗിക്കുക. കുറച്ചും കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെയാണ് മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്ന് പറയുന്നത്. മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഉപയോഗിച്ചിരിക്കുന്ന കൺസീറ്റിനെയാണ് മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്ന് പറയുന്നത്. മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്താണ്? ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള കമ്പാരിസൺ, ഒരു മെറ്റഫർ.
അതാണ് മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ജോൺ ഡണ്ണിന്റെ ഒരു പ്രത്യേകത പറയാം. ജോൺ ഡൺ ആണ് മെറ്റാഫിസിക്കൽ പോയിറ്റ്സിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ആള്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ദ ഈസി ഫ്ലുവൻറ്റ് സ്റ്റൈൽ, സ്റ്റോക്ക് ഇമേജറി, പാസ്റ്റർ കൺവെൻഷൻസ് ഓഫ് ദി ഫോളോവേഴ്സ് ഓഫ് സ്പെൻസർ. അപ്പം അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് ഈസി അല്ല, ഫ്ലുവൻറ്റ് സ്റ്റൈൽ അല്ല, ഇത് അതുവരെ ഉണ്ടായിരുന്ന ഇമേജറി അല്ല, ഒരു പുതിയ ടൈപ്പ് ഓഫ് ഇമേജറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന പാസ്റ്റർ കൺവെൻഷൻസിനൊക്കെ എതിരായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ അങ്ങനെയാണ്. ഡണ്ണിന്റെ പോയിട്രി എങ്ങനെയാണ്? ഫോഴ്സ്ഫുൾ ആണ്, വിഗറസ് ആണ്, പലതരത്തിൽ ഇൻസ്പൈറ്റ് ഓഫ് ഫോൾസ് ഓഫ് റിതം കുറവാണ്, ഓഫൻ സ്ട്രേഞ്ച്ലി ഹാർമോണിയസ്. റിതം കുറവാണെങ്കിലും പല പോയിന്റ്സും ഹാർമോണിയസ് ആയിട്ടുള്ള പോയിന്റ്സും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കാനനൈസേഷൻ എന്ന് പറയുന്ന ഡണ്ണിന്റെ ഒരു ഫേമസ് പോയം ഉണ്ട്, അതിനകത്ത് നമുക്കിതെല്ലാം കാണാൻ സാധിക്കും. അപ്പം ഇതാണ് മെറ്റാഫിസിക്കൽ പോയിറ്റ്സിന്റെ ഒരു ചെറിയൊരു ഡിസ്കഷൻ. അപ്പൊ ഈ ജോൺ ഡണ്ണിനെ പറ്റി ഞാൻ പ്രത്യേകം പറയാൻ കാരണം അദ്ദേഹം മെറ്റാഫിസിക്കൽ പോയിറ്റ്സിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ആളാണ്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഈ സ്റ്റൈൽ ഉണ്ടല്ലോ, ഫോഴ്സ്ഫുൾ വിഗറസ് ആയിട്ടുള്ള സ്റ്റൈല്, അല്ലെങ്കിൽ എന്താ പാസ്റ്ററൽ കൺവെൻഷൻസിനെതിരായിട്ടുള്ള സ്റ്റൈല്, ആ സ്റ്റൈൽ തന്നെയാണ് മെറ്റാഫിസിക്കൽ പോയിട്രിയുടെ പ്രത്യേകതയും. അപ്പൊ കോമൺ ആയിട്ട് ഡണ്ണിന്റെ സ്റ്റൈൽ എന്താണ്, അതൊക്കെ തന്നെയാണ് മെറ്റാഫിസിക്കൽ പോയിറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഇതിനകത്ത് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് ആരൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ജോൺ ഡൺ ആണ്. അതിനുശേഷം ആൻഡ്രി മാർവലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. പിന്നീട് ഓർത്തിരിക്കേണ്ട കാര്യം, ഇവര് സാമുവൽ ജോൺസൺ ആണ് ഈ മെറ്റാഫിസിക്കൽ പോയിട്രി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. അദ്ദേഹം എഴുതിയ വർക്കിന്റെ പേരാണ് ലൈവ്സ് ഓഫ് ദി മോസ്റ്റ് എമിനന്റ് ഇംഗ്ലീഷ് പോയിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ കൊട്ടേഷൻ ഓർത്തിരിക്കുക, ഹെട്രോജീനിയസ് ഐഡിയാസ് ആർ യോക്ഡ് ബൈ വയലൻസ് ടുഗദർ. മെറ്റാഫിസിക്കൽ പോയിട്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോക്ടർ ജോൺസന്റെ ഈ പറയുന്ന സെന്റൻസ് നമുക്ക് കടമെടുത്തുകൊണ്ട് എഴുതാൻ സാധിക്കും. പലതരത്തിലുള്ള ഐഡിയാസ് കമ്പൈൻ ചെയ്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഓർത്തിരിക്കുക. പിന്നെ ഈ മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്താണെന്ന് ഓർത്തിരിക്കുക. സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് എക്സ്റ്റൻഡഡ് കമ്പാരിസൺ. ഇത്രയുമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്കിത് വളരെ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.